ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെടുത്തെന്ന വാർത്തയെ തുടർന്ന് വെട്ടിലായ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ CBI കേസിലും പ്രതി. UP സിംഭോയി പഞ്ചസാര മില്ലുമായി ബന്ധപ്പെട്ട 2018 ബാങ്ക് തട്ടിപ്പ് കേസിന്റെ പ്രതിപട്ടികയിലാണ് യശ്വന്ത് വർമ്മ ഉൾപ്പെട്ടത്. 97.85 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നാണ് ഓറിയന്റൽ ബാങ്കിന്റെ പരാതി. ഈ ഘട്ടത്തിൽ യശ്വന്ത് വർമ്മ മില്ലിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. 2012 5762 കർഷകർക്കായി 148.59 കോടി രൂപ വായ്പ ബാങ്കിന്റെ ഹാപ്പൂർ ശാഖ അനുവദിച്ചു. വ്യാജ അക്കൗണ്ട് വിവരം നൽകി കമ്പനി കബളിപ്പിക്കുകയായിരുന്നെന്നും വായ്പ തിരിച്ചടച്ചില്ലെന്നുമുള്ള പരാതിയിലാണ് CBI കേസെടുത്തത്. FIR-ൽ യശ്വന്ത് വർമ്മയുടെ പേരുമുണ്ടായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സമാന്തര അന്വേഷണം നടത്തി. ജുഡീഷ്യറിയെ പിടിച്ചുലച്ച സംഭവമാണെന്ന നിരീക്ഷണത്തോടെ കേസിൽ പുതിയ അന്വേഷണത്തിന് അലഹബാദ് ഹൈക്കോടതി 2023 ഡിസംബറിൽ ഉത്തരവിട്ടു. 2024 ഫെബ്രുവരിയിൽ CBI കേസിൽ പുതിയ അന്വേഷണം തുടങ്ങി. എന്നാൽ മാർച്ചിൽ സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് മരവിപ്പിച്ചു. മാർച്ച് 14 വൈകിട്ടാണ് ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായത്. അണയ്ക്കാനെത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ 15 കോടിയോളം രൂപ കണ്ടെത്തിയതായാണ് ദേശീയ മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. തങ്ങൾ പണം കണ്ടെത്തിയില്ലെന്ന് ഡൽഹി അഗ്നിരക്ഷാ സേനാ മേധാവി അതുൽ ഗാർഗ് പ്രതികരിച്ചതായി പിന്നാലെ റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ പണം കണ്ടെത്തിയില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും അതുൽ ഗാർഗ് ശനിയാഴ്ച വ്യക്തമാക്കി.